രാവിലെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കും പൂരിക്കെല്ലാം കുഴക്കുന്ന പോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആക്കിയിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണെല്ലാം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇതാ ഈ വെള്ളത്തിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് നുള്ളി ഇട്ട് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല. നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് വെള്ളത്തിലേക്ക് നുള്ളിയിട്ട് കൊടുത്താൽ മതി. നമ്മൾ രാവിലെ പരത്താനും കുഴക്കാനെല്ലാം നിൽക്കുമ്പോൾ കുറേ സമയം നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഇതുപോലെ ചെയ്താൽ മതി, പെട്ടെന്ന് പണി കഴിയും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കുറേ സമയം ഇളക്കി മിക്സ് ആക്കി കൊടുക്കരുത്. അപ്പം ഇത് കലങ്ങി പോകട്ടെ വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നല്ലോണം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. കാരണം എല്ലാ സ്ഥലത്തും ഒരേപോലെ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന്. എന്നിട്ട് ഒരു സ്റ്റെയിനറിൽ ഇട്ടിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞാൽ കുറച്ച് പച്ചവെള്ളത്തിലും കൂടി ഒന്ന് കഴുകി എടുത്തിട്ട് വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ഒരു അരിപ്പയിലേക്ക് ഇട്ട് വെക്കാൻ. അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ചൂടായിട്ട് വന്നാൽ നമുക്ക് 1-2 സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമുക്ക് എരിവിനായിട്ട് 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ടിട്ട് ഇത് നല്ലോണം വഴറ്റിയെടുക്കാം. ഉള്ളിൻ്റെ കളറിൽ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു തക്കാളി ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഒരു ക്യാപ്സിക്കം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം അത്തല്ലേ തന്നെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാരറ്റും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഹാഫ് കുക്കായിട്ട് വന്നാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പൊടികൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടിന്റെ പച്ചമണെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗോതമ്പ് മാവില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേറെ പണിയൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ടെൻഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. സാധാരണ പോലെ നമ്മൾ പത്തിലും കറിയിലും വേറെ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.